Welcome to Nawras Kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ മസാലയാണ്. ഈ ചെമ്മീൻ മസാല വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു മസാലയാണ്. ഇതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വലിയ ടൈപ്പ് ചെമ്മീനാണ്. ചെറിയ ടൈപ്പ് ചെമ്മീനും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചെമ്മീൻ മസാല ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. അപ്പോൾ മൺചട്ടിയിൽ വെച്ചിട്ട് ആദ്യം ചെമ്മീനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു കപ്പ് കഴുകി വൃത്തിയാക്കിയ ചെമ്മീനുണ്ട്. അത് ഞാൻ ഈ മൺചട്ടിയിലേക്ക് ഇടുകയാണ്. മൺചട്ടി കത്തിച്ചിട്ടില്ല, ഫ്ലെയിം ഓണല്ല. ഇനി ആ ചെമ്മീൻ മൊത്തം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവനുസരിച്ച് കൂട്ട് കുറക്കൊക്കെ ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമ്മളിതിലേക്ക് മസാല വേറെ സെപ്പറേറ്റാണ് തയ്യാറാക്കുന്നത്. ആദ്യം ചെമ്മീൻ ഒറ്റയ്ക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മസാല എല്ലായിടത്തും പിടിക്കുന്ന വിധത്തിൽ നമ്മൾ സാധാരണ മീനൊക്കെ കായം പുരട്ടിയിട്ട് നല്ലോണം പിടിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൽ നന്നായിട്ട് പിടിപ്പിച്ചെടുക്കുക. ഓക്കെ, ഇപ്പോൾ മസാല എല്ലായിടത്തും നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2-3 കറിവേപ്പില ഇടുക. അതിനൊരു വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ വരാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തു. അത് വല്ലാതെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ അത്രയും മതി. ഇത്രയും വെള്ളം ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചട്ടി അടച്ചു വെച്ചു. എന്നിട്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചെമ്മീനിൽ നിന്നുള്ള വെള്ളവും നമ്മൾ ആ ചേർത്ത വെള്ളം കൂടെ ഒക്കെ ആയിട്ട് തന്നെ ചെമ്മീനിൽ വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/4 ഭാഗമേ വന്നിട്ടുള്ളൂ. ഇനി നമുക്കിത് ഉടയാതെ നോക്കണം. ഒന്നായിട്ടിട്ട് കുത്തി ഇളക്കുകയൊന്നും ചെയ്യരുത്. പതുക്കെ പതുക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ചെമ്മീനിനെ ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതിൽ നിന്നാണ് ചെമ്മീൻ പകുതി 1/4 ഭാഗവും വേവുന്നത്. പക്ഷേ ഇതിൽ നിന്നും വെന്ത് ഉടഞ്ഞു പോകാനും പറ്റില്ല. ആ ഒരു പാകത്തെ വേവിൽ കിട്ടണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഒരു പാകത്തെ രൂപത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടുപ്പത്ത് നിന്ന് മാറ്റാം. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെമ്മീനിലേക്കുള്ള മസാല തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. വലിയ ജീരകം ചേർത്തിട്ട് അതൊന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു വലിയ ഉള്ളി സ്ലൈസാക്കി അരിഞ്ഞതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മസാലയിൽ സൂക്ഷിച്ച് ചേർക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്നു വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശമൊക്കെ ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഉള്ളി നന്നായി വാടിയ ശേഷം വേണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ചച്ചുവ പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഏകദേശം ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. അത് നമ്മളിതിലേക്ക് അധികം തക്കാളി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പുളി നമ്മൾ വേറെ ഓൾറെഡി ചേർക്കുന്നുണ്ട്. ചെമ്മീന് പിന്നെ ഒരു മധുരമുള്ള ടൈപ്പ് ആയതുകൊണ്ട് കുറേ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു മധുരം വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് തക്കാളിയും ബാക്കി പുളി കൂടെയാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നമ്മൾ മറ്റേതിൽ മുളക് പൊടി ചേർത്തിരുന്നു. അപ്പോൾ ഇതിൽ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം
ചിക്കൻ മസാലയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതൊരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതുകൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്ന മസാല ഐറ്റംസ്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ പൊടിയുടെ ഒരു പച്ചമണക്കം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് ആ കൂട്ടിലേക്ക് മിക്സായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഏകദേശം ഒരു 3-4 കുരു പുളിയാണ്. അത് ഞാനൊന്ന് കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചതാണ്. നല്ല പുളിയുള്ള ടൈപ്പ് പുളിയാണിത്. ഇതിനെ നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ട് ഈ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 2 ടീസ്പൂണോളം വെള്ളം ഉണ്ടാവും. അത് ചേർത്തിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. പിന്നെ നമ്മുടെ ചെമ്മീൻ നേരത്തെ വേവിച്ച് വെച്ചതിൽ ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിനി ചെമ്മീൻ വെള്ളത്തോടൊക്കെ കൂടിയിട്ട് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മൊത്തമായിട്ട് അതിലേക്ക് ചേർക്കുകയാണ്. ഇനി കൂടുതലായിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ മസാലയ്ക്ക് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ചെമ്മീൻ ചേർക്കുന്നതിൻ്റെ മുന്നേ തന്നെ മസാലയിൽ കുറച്ചുകൂടെ ആ പുളിയിലെ വെള്ളത്തിനനുസരിച്ച് കുറച്ചും കൂടെ കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗത്തെ വെള്ളമാണ് ഞാനിതിലേക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് കറക്റ്റ് മസാല രൂപം. ഇപ്പോൾ ഈ ചെമ്മീനെ കൂടെ ചേർത്തിട്ട് ഇനി ആ ചെമ്മീൻ്റെ മസാല പിടിക്കുന്ന വരെ നമുക്കൊന്നത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഞാനൊരു കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കിയതാണ്. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നതാണിത്. ഇപ്പോൾ ആ ചെമ്മീനും എല്ലാം കൂടെ ആയിട്ട് തന്നെ ഇതിൽ തന്നെ വെള്ളം അത്യാവശ്യം വന്നിട്ടുണ്ട്. നമുക്ക് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ചെമ്മീൻ മസാല. ഇതിപ്പോൾ നമ്മൾ നാടൻ ചെമ്മീനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് മറ്റേ നാടനല്ലാത്ത ടൈപ്പ് ചെമ്മീനാണ്. അതുകൊണ്ട് കുറച്ച് വലുപ്പവും ഉണ്ടാവും. ഈ ചെമ്മീന് കുറച്ച് മധുരവും കൂടുതലാവും. മറ്റേ ചെമ്മീൻ അത്ര തന്നെ മധുരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല സ്പൈസിയാണ്. അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് നല്ല മാച്ചാണ് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റുകൾ അയക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.